നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് മാതൃസ്നേഹം. അമ്മയോടുള്ള സ്നേഹമാണ് മാതൃസ്നേഹം. അമ്മ തന്ന മുലപ്പാലിന്റെ രുചി അമ്മയുടെ മാറിൽ ചേർന്നുറങ്ങിയപ്പോൾ കിട്ടിയ ചൂട്, ആ താരാട്ടുപാട്ടിന്റെ താളം ഓർത്തു നോക്കുമ്പോൾ എന്തൊരു സുഖം അല്ലേ. മാതാവ് ദേവത തന്നെ. എല്ലാവരും അമ്മയെ സ്നേഹിക്കുന്നു. പക്ഷേ ചിലരുണ്ട് അമ്മയേക്കാൾ ധനത്തെ സ്നേഹിക്കുന്നവർ. അവർക്ക് നാശമേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എന്നാൽ കേട്ടോളൂ. കാവേരി എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. അതിന്റെ തീരത്ത് ഒരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഒരു അമ്മ താമസിച്ചിരുന്നു. അമ്മയുടെ പേര് ലക്ഷ്മി. ലക്ഷ്മി അമ്മയ്ക്ക് രണ്ടാൺമക്കളാണ്, ഗുണദത്തനും ധനദത്തനും. അവരുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ആ അമ്മ വളരെയധികം വിഷമിച്ചു. അങ്ങനെ ഇരിക്കെ ആ അമ്മ ഒരു ജോലി കണ്ടെത്തി. കിട്ടിയ വരുമാനത്തിൽ ഒരു ചെറിയ തുക നാളേക്ക് മാറ്റിവെച്ച് അവർ സന്തോഷത്തോടെ ജീവിച്ചു. മക്കൾ വളർന്ന് മിടുക്കരായി. ലക്ഷ്മി അമ്മയ്ക്ക് വയസ്സായി. അസുഖം വന്ന് കിടപ്പിലായി. ആ സമയത്ത് കാവേരി നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. വെള്ളം ഗ്രാമത്തിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. എല്ലാവരും കിട്ടുന്നതെല്ലാം വാരിപ്പെറുക്കി വനത്തിനപ്പുറമുള്ള ഗ്രാമത്തിലേക്ക് ഓടാൻ തുടങ്ങി. ലക്ഷ്മി അമ്മയുടെ വീട്ടിലും വെള്ളം ഇരച്ചു കയറാൻ തുടങ്ങി. ധനദത്തൻ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം വാരിക്കെട്ടി പോവാൻ തുടങ്ങി. ഒരു നിമിഷം ആലോചിച്ചു, അമ്മയെ കണ്ടുപോകണം വേണ്ടേ? വേണ്ട, വയസ്സായില്ലേ എന്ന് പറഞ്ഞെടുത്തോൾ പോകാത്ത ചുവടുമായി ധനദത്തൻ പോയി. ആ അമ്മ ഇതെല്ലാം കണ്ണീരോട് നോക്കി കിടന്നു. ഗുണദത്തൻ നോക്കിയപ്പോഴോ വീട്ടു സാധനങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അമ്മയുണ്ട്. ഒരു നിമിഷം ആലോചിച്ചു, അമ്മയെ കണ്ടുപോകണോ വേണ്ടേ എന്നിട്ട് പറഞ്ഞു.